ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എന്തൊരു നല്ല സീസണാണല്ലേ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം ധനു. അപ്പോൾ ക്രിസ്മസ് സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാനൊക്കെ തോന്നുന്ന ഒരു സീസണാണ്. തൃശ്ശൂരിൽ നമ്മുടെ പുത്തൻപള്ളി ഭാഗത്തൊക്കെ അത്രത്തോളം ഡെക്കറേഷൻസും വാങ്ങിക്കാൻ പറ്റുന്ന ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ഫെജിയിൽ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ വാങ്ങിക്കാൻ വന്ന കാഴ്ചകളാട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിലും അതിലിടാനുള്ള ഡെക്കറേഷൻസൊക്കെ നമ്മുടെ കയ്യിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാലോ, അതിൻ്റെ കൂടെ നമുക്കിതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളിവിടേക്ക് പോയത്. ഞങ്ങൾ ഫെജിയിലാണ് പോയത്. അവിടെ പോയി ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇവരുടെ തന്നെ ക്രിസ്മസ് മാർക്കറ്റിലും കൂടെ ഞങ്ങളൊന്ന് ജസ്റ്റ് പോയി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ ഈ സെയിം കാര്യം അവിടുത്തെ ഓണറിനോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ പോയി വീഡിയോ എടുത്തോ എന്നാണ് പറഞ്ഞത്. ഏതായാലും കുറച്ച് ബാഡ് വൈബ് അടിച്ചതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. നമ്മുടെ ഫെജിയിലാണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നത്. കുറേ സെറാമിക്കിൻ്റെ ഐറ്റംസും ഈ നേറ്റിവിറ്റി സെറ്റൊക്കെ തന്നെ ഒത്തിരി പ്രൈസ് റേഞ്ചസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി കുറച്ച് എക്സ്പെൻസീവ് സൈഡിലായിരുന്നെങ്കിലും ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റായി കണ്ട് നമുക്കിനി എല്ലാ കൊല്ലവും ഇത് തന്നെ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വർത്ത്. പക്ഷേ ഏതായാലും അത്ര വലിയ വിലയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങാൻ നിന്നില്ല. കുറച്ച് ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റുന്ന അല്ലറ ചില്ലറ അലങ്കാര വസ്തുക്കൾ മാത്രമാട്ടോ വാങ്ങിയത്. പിന്നെ വാങ്ങുന്നതിനേക്കാൾ ഇതൊക്കെ കണ്ടു നിൽക്കാനും ആസ്വദിക്കാനൊക്കെ ആട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നു. അന്ന് തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമുക്ക് സെറ്റാക്കാനുള്ളത് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പുൽക്കൂടാണ്. പുൽക്കൂടില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അങ്ങനെ നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ ഈ ഒരു പുൽക്കൂടിൻ്റെ ഒരു സെറ്റ് നമ്മൾ ആദ്യം ഫ്രെയിമൊക്കെ വെച്ചൊന്ന് സെറ്റാക്കുമായിരുന്നു. അതിലും എനിക്ക് വലിയ പങ്കൊന്നുമില്ല. ചേച്ചിയാണ് ഇതൊക്കെ ചെയ്യാൻ മിടുക്കി. അതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. സോ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ പുൽക്കൂട് ജസ്റ്റ് ഫ്രെയിമൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ വൈക്കോലൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ സെറ്റാക്കി. അങ്ങനെ ക്രിസ്മസ് ട്രീം സെറ്റായി, 2 സ്റ്റാറും സെറ്റായി, പുൽക്കൂടും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട് ക്രിസ്മസിന് വരവേൽക്കാൻ ഏകദേശം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനലി ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. സോ ഈ ഇയറിലെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡു സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.